വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നൊരു കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ? അപ്പോൾ എങ്ങനെയാണ് കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ചട്ടി ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള, ഞാനൊരു ഇടത്തരം സവാളയാണ് ചെറുതായി അരിഞ്ഞത് ചേർത്തേക്കുന്നത്. അതേപോലെ തന്നെ ഒരു വലിയ പച്ചമുളക്, വേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റാം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടിയല്ല ചേർക്കുന്നത്, ചതച്ച വറ്റൽമുളകാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ചതച്ച വറ്റൽമുളകാണ് ചേർത്ത് ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് എണ്ണയിൽ മുരിയണം, അല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച കോവയ്ക്ക ചേർക്കാം. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഞാനിവിടെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ കോവയ്ക്ക റെഡി ആയിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.